വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനറൽ സെക്രട്ടറിയുടെ പണി നവാസ് പാലേരിനെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഡോക്യുമെൻ്ററി. അപ്പോൾ സ്വാഗതം വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞ് ഒതുക്കാം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻറ്റും GM ബനാത്തുവാല സെൻറ്റർ ഓഫ് ഹ്യൂമാനിറ്റിയുടെ വർക്കിംഗ് ചെയർമാനുമായ സൈനുൽ ആബിദ് സാഹിബ്, കേരള സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പ്രസംഗികനും വാഗ്മിയുമായ നമ്മുടെ ഷാഫി ചാലിയൻ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമുക്ക് പാട്ട് കൊണ്ട് എല്ലാം വളരെ ഭംഗിയിൽ ഇത്രയും നേരം 2 മണിക്കൂറായി നവാസ് പാലേരി പാട്ട് കൊണ്ട് വളരെ സന്തോഷിപ്പിച്ച നവാസ് പാലേരി, വേദിയിലിരിക്കുന്ന നമ്മുടെ KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് നമുക്ക് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആബിദ് ക ഒരുപാട് നമ്മൾ ഇൻഡിവിജ്വൽ മീറ്റിങ്ങുകൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് അൽഹംദുലില്ലാഹ് മൂപ്പരുടെ കാരുണ്യത്തിൻ്റെ ഉറവിടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്യുമെൻ്ററികൾ കണ്ടല്ലോ. അദ്ദേഹം 1978 ബോംബെയിൽ വന്നു. മൂപ്പരെ ജ്യേഷ്ഠൻ്റെ ഒരു ഷോപ്പിൽ കുറച്ച് മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോംബെയെ പറ്റി നല്ല അറിവും ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെ ഖത്തറിലെത്തി. ഇതൊക്കെ ഡോക്യുമെൻ്ററി കാണിച്ചതാണ്. 1-2 കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഖത്തറിലെത്തുകയും ഖത്തറിൽ വലിയ ഒരു സഫാരി ഇവിടെ ഇന്ന് വൈസ് ചെയർമാനൊക്കെയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സമ്പന്നനല്ല, മനസ്സുകൊണ്ട് സമ്പന്നനാണ്. അൽഹംദുലില്ലാഹ്. അതാണ് കിട്ടുന്ന പണം അദ്ദേഹം വലിയ പ്രോപ്പർട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അങ്ങ് ആഖിറത്തിലേക്കുള്ള ഒരുപാട് വലിയ പ്രോപ്പർട്ടികൾ അദ്ദേഹം ഇപ്പം തന്നെ ചെയ്തു വെച്ചു. കാരണം നാട്ടിൽ നമ്മുടെ തലശ്ശേരി CS സെൻറ്ററിൻ്റെ ചെയർമാനും കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ, സുപ്രഭാതത്തിൻ്റെ വൈസ് ചെയർമാൻ, സമസ്തയുടെ കോർഡിനേറ്റർ, അതുപോലെ ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളിൽ അദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. ഈ ബിസിനസ്സിൻ്റെ തിരക്കിലും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം വളരെ എത്തിപ്പെടുകയും ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്യുകയാണ്. അദ്ദേഹം വരുന്ന കുടുംബം തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ കുടുംബം. കാരണം ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് KK മുഹമ്മദ് സാഹിബ് ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ആദ്യത്തെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റുമാണ്, സ്ഥാപക പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ വ്യക്തതകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം GM ബനാത്തുവാലയുടെ ചെയർമാൻ സ്ഥാനം ഏൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസീസ് സാഹിബ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയർമാനാണ്ട, നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചെയർമാനാക്കാൻ. ആലോചിച്ച് നോക്കൂ, അയാളുടെ ഞാൻ വർക്കിംഗ് ചെയർമാനാവാം. അങ്ങനെയാണ് GM ബനാത്തുവാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ ഇന്നത്തെ ചെയർമാൻ
സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വർക്കിംഗ് ചെയർമാൻ നമ്മുടെ സൈനുൽ ആബിദീൻ. നമ്മൾ വലിയൊരു സ്വപ്നം കാണുകയാണ്. ഇവിടെ ക്യാൻസർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ആസ്ഥാനം ഉണ്ടാക്കുകയും നാട്ടിൽ നിന്ന് വരുന്ന രോഗികളെ വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെ മുതലേ അദ്ദേഹമായിട്ട് പല മീറ്റിങ്ങുകളും കഴിഞ്ഞു. അൽഹംദുലില്ലാ. കാരണം ബോംബെയിൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടായിട്ടും നമുക്ക് വലിയ രീതിയിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് പണ്ടുള്ള ആളുകളൊക്കെ വളരെ നമുക്കറിയാം, ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ച് പോയി. അങ്ങനെയാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്തൊക്കെ വന്നിട്ടുള്ളത്. ഇനി വരുന്ന തലമുറകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ സമയം കുറവ് തന്നെയാണ്. അങ്ങനെ KMCCയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇവിടെ നേരത്തെ ഡോക്യുമെൻ്ററി നമ്മൾ കാണിച്ചു. 1-2 ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തലശ്ശേരിയുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം ഇതിനിടെ നമ്മുടെ തലശ്ശേരിയിലുള്ള ഒരു ഫാമിലി, കുറാങ്കണ്ടി ഫാറൂഖും ഭാര്യയും എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഭാര്യ കുഴഞ്ഞു വീണു. ഉടനെ KMCCയെ വിളിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഭാര്യ മരിച്ചു. ഒന്നും തിരിയാതെ ആ ഫാറൂഖ് ഞങ്ങളെ KMCCയെ ബന്ധപ്പെടുകയും ഇവിടെയുള്ള എല്ലാ പ്രവർത്തകന്മാരും ഒരു സെക്കൻഡ് കൊണ്ട് പിന്നെ ആ ഹോസ്പിറ്റലിൽ എത്തുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് മെയ്യത്ത് നാട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം ആബിദ്ക തലശ്ശേരിക്കാരനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഷംസുക്ക എന്ന് പറഞ്ഞാൽ അബുദാബിയിലെ വലിയൊരു പൈസക്കാരനാണ്. ഷംസുദ്ദീൻ ഷംസി ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ. തലശ്ശേരിയിൽ ഒരുപാട് പ്രോപ്പർട്ടിയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ആളുകളായിട്ടൊന്നും ബന്ധമില്ല. ഉപ്പറക്കും കഥ അറിയാം. ആളുകളായിട്ടൊന്നും ബന്ധമില്ല. മരിച്ചപ്പം ആദ്യം എന്നെ മഞ്ചേരി എന്നാണ് വിളിക്കുന്നത്. ഞാനറിയില്ല ഷംസുക്ക എന്നുള്ളത്. മഞ്ചേരി നിന്ന് ഒരാൾ വിളിച്ചു, ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പം ഉടനെ ഞാനും ഉൽവാറും, അന്ന് ഉൽവാറുണ്ട്, ഉൽവാർ താടി പഠിക്കുന്നിടത്തുനിന്ന് അൽവാറിനെയും കൂട്ടി ഞാൻ ഓടിപ്പോയേക്കും അവിടെ എന്താ കാണുന്നത് വെച്ചാൽ മെയ്യത്തൊന്നും അവർ അറിയില്ല. അവർക്ക് എങ്ങനെ കിടത്തേണ്ടതാക്കണമെന്നോ എങ്ങനെ കിടത്തിയിരിക്കുകയാണ് ഒന്നും അറിയില്ല. വളരെ വിഷമമായിട്ട് ആകെ പെണ്ണുങ്ങളുള്ളൂ. ഭാര്യയുള്ളൂ ആയിസ്ത, പിന്നെ ഒരു മോളും. വളരെ വിഷമിച്ച് കിടക്കുകയാണ്. നമ്മൾ KMCCൻ്റെ ആളാന്ന് പറഞ്ഞപ്പം സന്തോഷമായി. പിന്നെ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ സിദ്ദി സാഹിബ് റോഡാണ്. തടിയെല്ലാം കണ്ടപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, സിദ്ദി സാഹിബ് ആ ഷംസൂക്ക് എന്നെ മോനെ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഷംസൂക്കാന്നുള്ളത്. അപ്പോൾ ആ ദിവസം നമ്മൾ നമ്മുടെ പിന്നെ KMൻ്റെ CTK ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയ്യത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിലെത്തിച്ചു. അങ്ങനെ എത്രയോ മെയ്യത്തുകൾ, എത്രയോ എയർപോർട്ടിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ആളുകൾ, സ്റ്റുഡൻസ് ഇവിടെ വന്ന് പ്രയാസപ്പെടുന്ന സ്റ്റുഡൻസ് കാണാതെ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പരുതി ഇവിടെ പിന്നെ ഓടിപ്പാഞ്ഞ് ട്രെയിനിലൊക്കെ കയറി നിങ്ങൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള ജോലികളാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. കാരണം കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം ആണ് അതൊക്കെ. നമ്മളെല്ലാവരെയും പിന്നെ സഹകരിച്ചുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക KMCC. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള KMCC ആണ്. എല്ലാ സ്ഥലങ്ങളിൽ പോയാലും KMCC ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ പിന്നെ വളരെയധികം നല്ല ഇപ്രാവശ്യം മെമ്പർഷിപ്പ് കഴിഞ്ഞു. നല്ലൊരു പിന്നെ നമുക്ക് സന്തോഷിക്കാം. നല്ലൊരു മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പിന്നെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് പിന്നെ വളരെ നല്ല രീതിയിൽ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതായിരുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ സൈനുൽ ആബിദ് സാഹിബ് ഈ സമയത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തിരക്കും അദ്ദേഹത്തിന് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പനിയുണ്ടായിരുന്നു ഞാൻ. എന്നിട്ടും ഈ പരിപാടി 2-3 പ്രാവശ്യം നീട്ടിവെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പം
പിന്നെ എന്തായാലും വരണം എന്നുള്ള നിലയിൽ വന്നത്. അപ്പം അദ്ദേഹം ഇതൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ ഇടയിലും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഷാഫി ചാലിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറിയും ടി വിയിൽ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് നമ്മൾ കാണുന്നതാണ് ദിവസം. അപ്പോൾ വളരെ നല്ല രീതിയിൽ പിന്നെ ആ ഡിബേറ്റിൽ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രാസംഗികനും വളരെ പിന്നെ ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മുമ്പും ബോംബെയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിനെ അലങ്കരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പോസ്റ്റും ചെയ്ത നമ്മുടെ നവാസ് പാലേരി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മളെ KMCCയുടെ പ്രസിഡൻറ്റുമായ അസീസ് സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി CH അബ്ദുറഹ്മാൻ സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി VK സൈനുദ്ദീൻ സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് പെട്ടനും ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റുമായ നമ്മുടെ TKC മുഹമ്മദ് അലി ഹാജിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രഷറർ KMCCയുടെ ഇക്ബാൽ സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ KMCCയുടെ വൈസ് പ്രസിഡൻറ്റ് MA ഖാലിദ് സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. ഒട്ടനവധി നേതാക്കന്മാർ ബാക്കിലിരിക്കുന്നുണ്ട്. നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ഫിറോസ്, മഹമൂദ്, മഷൂദ്, മണിക്കോത്ത്, അതുപോലെ തന്നെ അൻസാർ, സിദ്ദീഖ്, സലീം അലിബാഗ്, ഷംനാസ്, കണിപ്പോൽ അബൂബക്കർ, ഉൽവാർ, എല്ലാവരും, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മജീദ് സാഹിബ്, അതുപോലെ തന്നെ അബു ആസ്മി, അങ്ങനെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ഓതുകയാണ്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, സഹോദരന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും KMCCയുടെ വളണ്ടിയേഴ്സിനും വർക്കേഴ്സിനും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ മീഡിയ 4 ആൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട KMCCൻ്റെ പ്രസിഡന്റ് അസീസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. പ്രിയപ്പെട്ട KP അബ്ദുൽ ഗഫൂർ സാഹിബ്, ജനറൽ സെക്രട്ടറി കൂടിയായ ഗഫൂർ സാഹിബ്. പ്രിയപ്പെട്ട ഗഫൂർ സാഹിബ് കുറഞ്ഞ സമയത്തിനുള്ളിൽ KMCCയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രിയപ്പെട്ട സൈനുൽ ആബിദീനെക്കുറിച്ചും ഹ്രസ്വമായി നമ്മളെ പരിചയപ്പെടുത്തി. താങ്ക്സ്, നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട അസീസ് മാണിയൂർ സാഹിബിനെ, KMCCയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായ, നമുക്കറിയാം ഈ മുംബൈയിലേക്ക് ആര് കടന്നു വന്നാലും ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്ന, എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രിയപ്പെട്ട അസീസ് മാണിയൂർ, പ്രിയപ്പെട്ട